ഓം ഗ്രൂ നമ പരായ ഗോപ്ത്രേ നമ. ഓം ഭൂതാദിപായ വിദ്മഹേ പവപുത്രധന്നധർമ്മശ്ച പ്രചോദയാൽ. ഓം ത്രിഗുണിതമണിപത്മം വജ്രമാണിക്യദണ്ഡം സിതശരമശപാക്ഷം ഇക്ഷുഗോദണ്ഡകാണ്ഡം മധുകൃതം മധുപാത്രം ബിഭ്രതിം ഹസ്തപത്മേ ഹരിഹരസുതമീഡേ ചക്രമന്ത്രാത്മമൂർത്തിം. ഓം ധർമ്മശാസ്താവേ നമ. നമസ്തേ. ഞാൻ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി ബദ്രിനാഥ് നമ്പൂതിരിയാണ്. ഇവിടെ ഒരു ചാരിറ്റി ക്ഷേത്രം പ്രശസ്തിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനായി പലരും ഇവിടെ വഴിപാടുകളും അർച്ചനകളും പല കാര്യസാധ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു അപൂർവമായിട്ടുള്ള ഒരു ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു സർപ്രൈസ് ന്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പറയുവാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എന്ത് ഒരു വെട്ടുകല്ലായിക്കോട്ടെ, നിങ്ങളുടെ എന്ത് വഴിപാടുകളായിട്ട് അത് കൃത്യനിഷ്ഠയായിട്ട് ഇവിടെ ഓൺലൈനായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുലദൈവത്തിനെ പിടിച്ചിരുത്തി അത് വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ മാറ്റങ്ങളാണ് ഇനി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. നമസ്തേ. നമസ്തേ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് ശ്യാം സുന്ദർ. നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രകാരം നമ്മുടെ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് നമ്മൾക്ക് ഒരു തുക, തിരക്കേടില്ലാത്തൊരു തുക 2.5 ലക്ഷം രൂപ നമ്മൾക്ക് സംഭാവനയായിട്ട് കിട്ടിയ വിവരം എല്ലാ സജ്ജനങ്ങളെയും അറിയിച്ചുകൊണ്ടാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലം 5 ഏക്കർ സ്ഥലമാണ്. നിലമ്പൂർ ടൗണിൽ തന്നെയാണ്. ഈ സ്ഥലം നമ്മൾക്ക് എടുക്കുന്നതിന് ഭാരിച്ച തുക തന്നെ ആവശ്യമുണ്ട്. ചുരുങ്ങിയത് നമ്മൾക്ക് 75 ലക്ഷം രൂപയാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. അതിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെറും 7,63,000 രൂപയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടുകളായിട്ട് ധാരാളം ആളുകൾ നിലവിളക്കായിട്ടും അതുപോലെ തന്നെ എണ്ണ, തിരി, അതുപോലെ അന്നദാനമായിട്ടൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഈ കാശ് ഒരു ചാരിറ്റി ക്ഷേത്രമായതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ, പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ തന്നെ നമ്മളത് വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് കോലത്തുമുറിയാണ്. അധികം ആരും വരാറില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവാത്തത് കാരണം നമ്മുടെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെയാണ് വഴിപാടും കാര്യങ്ങളും റെസിറ്റൊക്കെ ആക്കുന്നത്. തിരുമേനിയാണ് ക്ഷേത്രത്തിലെ പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിരുമേനിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് ഒരുപാട് കാര്യസാധ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വന്ന ആളുകൾ, ഭക്തിയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് വഴിപാടുകളൊക്കെ തരുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ സന്താന സൗഭാഗ്യത്തിനാണെങ്കിലും അതുപോലെ ഭവന നിർമ്മാണത്തിന്, അല്ലെങ്കിൽ വീട് സ്ഥലം വിറ്റ് പോകുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇവിടെ പരിഹാരങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായിട്ട് നമ്മൾക്ക് ഒരമ്മ, നിലമ്പൂർ മുക്കട്ടയിലുള്ള ഒരു പ്രഗത്ഭയായ കുടുംബത്തിലെ ഒരു അമ്മ നമ്മൾക്ക് 5 ലക്ഷം രൂപയാണ് അന്ന് തന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കഴിയുന്ന പോലെ, ചിലർക്കൊക്കെ നല്ല ഒരുപാട് ഭൂമി ഉണ്ടായിരിക്കാം. ഈ ഭൂമി ഉണ്ടാകുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് നിലമ്പൂർ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ വെട്ടുകല്ല്, സിമൻറ്റ്, അതുപോലെ തന്നെ കമ്പി, മണൽ, അതുപോലെ പാത്രങ്ങൾ, ക്ഷേത്രത്തിലേക്ക് വേണ്ട പാത്രങ്ങൾ, കസേര, മേശ, ചെമ്പ്, അങ്ങനെ എന്തുണ്ടെങ്കിലും ക്ഷേത്രത്തിലേക്ക് സംഭാവനയായിട്ട് തരാം. അതുപോലെ തന്നെ 1 സെൻറ്റ് ഭൂമിക്ക് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ കഴിവുള്ള ആളുകൾ നമ്മൾക്ക് 1 സെൻറ്റായിട്ടോ അല്ലെങ്കിൽ 5 സെൻറ്റാണെങ്കിലോ 2 സെൻറ്റാണെങ്കിലോ 1/2 സെൻറ്റാണെങ്കിൽ പോലും
സംഭാവന തന്നാൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഈ ക്ഷേത്രം നമുക്ക് ഒത്തൊരുമയോടുകൂടിയിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നുമില്ല. മാത്രമല്ല അശരണരായ ഹൈന്ദവ ആളുകൾ, താഴേക്കിടയിലുള്ള ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ച് അവരെയൊക്കെ ചേർത്ത് കൊണ്ട് നമ്മൾക്കൊരു നല്ലൊരു ഹിന്ദു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാനും കൂടിയാണ് ഈ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ ഇതര മതസ്ഥരാണെങ്കിലും അവർക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കി കൊടുക്കാനോ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാനോ അവർക്ക് വേണ്ട സഹകരണം ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള സഹായം ഞങ്ങൾ വീണ്ടും യാചിക്കുകയാണ്. കാരണം ഈ യാചന എനിക്കോ എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ തിരുമേനിക്കോ തിരുമേൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് വ്യക്തിപരമായ നേട്ടം കൊയ്യാനല്ല ഈ ഒരു സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. അത് വരും തലമുറയിലെ ഒരുപാട് ജനങ്ങൾക്ക്, വരും തലമുറ ഇന്ന് നമ്മൾക്ക് ആവശ്യമില്ല തോന്നും, എന്നാൽ അടുത്ത തലമുറയ്ക്ക് നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടായിരിക്കും. നിലമ്പൂർ ജ്യോതിപ്പടി അല്ലെങ്കിൽ കോടതിപ്പടിയിലാണ് നമ്മൾ ഈ ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. പണമാണ് നമ്മൾക്ക് വേണ്ടത്, മനസ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ ഇവിടെ സമ്പന്നരോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ഒന്നുമില്ല, ആവുന്ന സഹായം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിനീതമായ നമസ്കാരം, പാദ നമസ്കാരം. നമസ്തേ.